നമസ്കാരം. ഇന്നിപ്പോൾ എന്നോടൊപ്പമുള്ളത് അസ്ന അൻവറാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 576ാമത്തെ റാങ്ക് നേടിക്കൊണ്ട് നമ്മുടെ കരുനാഗപ്പള്ളിക്ക് അഭിമാനമായ മിടുക്കിയാണ് ഈ ഇരിക്കുന്ന അസ്ന അൻവർ, അല്ലേ? തഴവ ആദിത്യവിലാസം സ്കൂളിന് സമീപമുള്ള അൻവർ വിഹാറിൽ അൻവർ ഹുസൈൻ്റെയും നജീനയുടെയും മകളാണ് ഈ മിടുക്കി. ഉന്നതമായ ഈ വിജയത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹൃദയത്തിൽ തൊട്ടുള്ള അഭിനന്ദനങ്ങളും കരുനാഗപ്പള്ളിയുടെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. താങ്ക് യു. മോള് നേടിയ ഈ വിജയത്തെ എങ്ങനെ വിലയിരുത്തും സ്വയം? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കോളേജ് കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഏകദേശം ഒരു 2 വർഷം ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വർഷം തന്നെ ഈ എക്സാം തന്നെ ഒരു വർഷം നീളുന്ന പ്രോസസ്സാണല്ലോ. 3 സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇത് എക്സാം തന്നെ ഒരു വർഷമുണ്ട്. അപ്പോൾ നമ്മൾ കുറേ അടുപ്പിച്ചിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനൊരു റിസൾട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലോ, അപ്പം ഒരുപാട് പഠിച്ചാലും ചിലപ്പോൾ കിട്ടാത്ത അവസ്ഥകൾ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചിലവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനൊരു നേട്ടം കൈവരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടം എവിടെയായിരുന്നു? LP, UP, ഹൈസ്കൂളൊക്കെ? ഞാൻ 10ാം ക്ലാസ് വരെ ശ്രീബുദ്ധ എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്, എടക്കുളങ്ങരയിൽ. പിന്നെ +1, +2 കരുനാഗപ്പള്ളി മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. കോളേജ് എറണാകുളത്ത് മഹാരാജാസ് കോളേജ്. ഏത് കോഴ്സായിരുന്നു? എക്കണോമിക്സ് ഓണേഴ്സ് ഡിഗ്രി. ഇതിനിടയിൽ എപ്പോഴാണ് ഈ സിവിൽ സർവീസ് എന്ന ആഗ്രഹം മനസ്സിൽ വന്നത്? ആരെങ്കിലും ഒരു പ്രചോദനമായതാണോ സ്വയം ഉണ്ടായതാണോ? 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് സിവിൽ സർവീസിനെ പറ്റി കുറച്ച് മനസ്സിലാക്കിയതും. അപ്പോൾ ഞങ്ങളൊരു 3 കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3 ഈ ഒരു ആഗ്രഹമുള്ള കുട്ടികൾ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അങ്ങനെ ഒരേ കാഴ്ചപ്പാടുള്ള 3 കൂട്ടുകാരികൾ, അവരിൽ നിന്ന് ഉടലെടുത്ത ഒരാശയമാണല്ലേ? അതെ, അങ്ങനെ ഒരു ലക്ഷ്യം. ആശയം എന്ന് പറയാൻ പറ്റുന്ന വലിയ ലക്ഷ്യമാണ്. അങ്ങനെയാണ് പിന്നെ +1, +2 ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ടാണ് അന്ന് ഹ്യൂമാനിറ്റീസിലേക്ക് മാറിയത്. ടീച്ചിങ് എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത് ഫോർച്യൂൺ എന്ന് പറഞ്ഞ അക്കാഡമി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് പഠിത്തമൊക്കെ നടന്നത്. അവിടെ തന്നെയായിരുന്നു. സാധാരണ ഈ മാതാപിതാക്കളുടെ ഒരു സപ്പോർട്ട് വലിയ ആവശ്യമാണ് ഈ കാര്യത്തിൽ. പല കുട്ടികളും കഴിവുണ്ടെങ്കിലും മാതാപിതാക്കളുടെ പിന്തുണയും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഉന്നതമായ പല മേഖലയിലും എത്തിപ്പെടാതെ പോകുന്നുണ്ട്. പക്ഷേ പലരും കൈവരിച്ച നേട്ടങ്ങളുടെ പിന്നിൽ മാതാപിതാക്കളുടെ വലിയ കഠിനാധ്വാനവും പിന്തുണയുണ്ട്. മോളുടെ കാര്യത്തിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചിട്ട് അവസാനം കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഇവിടെ എനിക്ക് മനസ്സിലാഗ്രഹം ഉണ്ടെന്ന് വീട്ടുകാർക്കും അറിയാമല്ലോ. അപ്പോൾ അവർ ഫുള്ള് തിരക്കി വെച്ചിരുന്നു ഏത് അക്കാഡമിയാണ് നല്ലത്, എവിടെ പോകണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ അവരുടെ കോൺടാക്ട്സ് വെച്ചിട്ട് തന്നെ കുറേ ആലോചിച്ച് അതൊക്കെ നോക്കി വെച്ചിരുന്നത്. ഞാൻ എടുക്കുന്ന സ്റ്റെപ്പിനേക്കാൾ മുമ്പേ അവർ അതിനെ പറ്റിയിട്ട് കുറേ തിരക്കി അങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ അറിയാതെ തന്നെ അവർ കുറേ തിരക്കുന്നുണ്ടായിരുന്നു സ്വന്തം കോൺടാക്ട്സ് വെച്ചിട്ട്. പിന്നെ